ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ജക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ മൊഡ്യൂൾ 1 സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പങ്കുവച്ചിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ എത്ര തരം സബ്ജക്റ്റുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സിംഗുലറും പ്ലൂറലാണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ എവിടെയൊക്കെയോ പഠിച്ചതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സിംഗുലറും പ്ലൂറലും ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ഇനി സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വ്യക്തികളായിരിക്കാം, വസ്തുക്കളായിരിക്കാം, ആരാണോ വർക്ക് ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരാളാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെ പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് എന്നാണ്. ഒരു വ്യക്തിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ പറയും സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. ഓക്കെ, അതേപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റുകളാണ് ഐ, യു, ദേ, വി. ഒന്നുകൂടി പറയാം. വർക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. വർക്ക് ചെയ്യുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ നമ്മളതിനെ സിംഗുലർ എന്ന് പറയുന്നു. സിംഗുലറുകൾ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. അപ്പോൾ നമ്മളറിയാം ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം വരുന്നത്. ഷീ എന്ന് പറഞ്ഞാൽ അവളാണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് എന്നാണ് അർത്ഥം വരുന്നത്. പക്ഷേ എവ്രിബഡി എന്ന് പറയുന്ന സമയത്ത് കുറേ ആളുകളുണ്ടല്ലോ, അതെങ്ങനെയാണ് സിംഗുലറായിട്ട് വരുന്നത്? ആക്ച്വലി എവ്രിബഡി എന്ന് പറയുന്നത് ശരിക്കും എന്തല്ല, സിംഗുലർ അല്ല, അത് പ്ലൂറലാണ്. പക്ഷെ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂവൻസി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസാര ഭാഷയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഏതൊക്കെയാണ് സിംഗുലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതാണ് ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. ഓക്കെ, ശരിക്കും എവ്രിബഡി സിംഗുലർ ആണോ? അല്ല, എവ്രിബഡി എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ട്, ശരിക്കും അത് പ്ലൂറലാണ്. പക്ഷെ നമ്മളത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് സിംഗുലറിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ഒരു ചെറിയ കുട്ടി ചോദിക്കുകയാണ്, ഒരു LKG പഠിക്കുന്ന ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചോദിക്കുകയാണ്, ചേട്ടാ ഈ എവ്രിബഡി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് സിംഗുലർ സബ്ജക്റ്റാണോ പ്ലൂറൽ സബ്ജക്റ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് തീർച്ചയായിട്ടും അത് പ്ലൂറൽ സബ്ജക്റ്റാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാര ഭാഷ ഫ്ലുവൻ്റ് ആക്കണം, നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി പ്ലൂറൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഐ, യു, ദേ, വി. ഐ എന്ന് പറഞ്ഞാൽ ഞാനാണ്, യു എന്ന് പറഞ്ഞാൽ നീയാണ് അല്ലെങ്കിൽ നിങ്ങളാണ്, ദേ എന്ന് പറഞ്ഞാൽ അവരാണ്, വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങളാണ്. ഓക്കെ, ഇവിടെയും ഐ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. ശരിക്കും അത് പ്ലൂറലാണോ? അല്ല, അതെന്താണ് ശരിക്കും അത് സിംഗുലറാണ്. പക്ഷെ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് പ്ലൂറലിലാണ്. ഓക്കെ, ഇതെന്തിനാണ്? ഗ്രാമർ ഈസി ആക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഗ്രാമർ ഈസി ആക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ സിംഗുലേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. സിംഗുലേഴ്സിൽ ഒന്നാമത്തേതാണ് ഹി. ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം വരുന്നത്. ഒരു കുട്ടി. ഓക്കെ, അവൻ അല്ലെങ്കിൽ ഒരു വലിയ ആളായിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, ആരായിക്കോട്ടെ പറയാം. ഷീ, അവൾ. ഓക്കെ, അപ്പോൾ ഹി പറഞ്ഞു, ഷീ പറഞ്ഞു. അടുത്താണ് ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അത് അല്ലെങ്കിൽ ഇത് എന്നൊക്കെയാണ് ഇറ്റിൻ്റെ അർത്ഥം വരുന്നത്. അടുത്ത എന്താണ്? എവ്രിബഡി. എവ്രിബഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും. ഓക്കെ, ഇനി പ്ലൂരലാണ് പറയുന്നത്. പ്ലൂരലാണെങ്കിൽ ഒന്നാമത്തെ എന്താ പറഞ്ഞു? ഐ. ശരിക്കും നമുക്കറിയാം, ഇപ്പോൾ നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ പ്ലൂരലല്ല. പക്ഷെ നമ്മൾ പഠിക്കുന്നത് സിംഗുലേഴ്സ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. പ്ലൂരൽ ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഐ നമ്മൾ പ്ലൂരലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. യു, നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ ആണല്ലോ? വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സിംഗുലറാണ് ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി. അതിൽ എവ്രിബഡി സിംഗുലർ അല്ല, പ്ലൂറലാണ്. പക്ഷെ നമ്മളത് എവ്രിബഡി എന്നുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള സിംഗുലറിനാണ്. എന്താണ് കാരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇത് പഠിച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കാനായിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ലാംഗ്വേജ് ലേണിംഗ് മാത്രമല്ല, ഹിപ്നോട്ടിക് ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ ഇത് പഠിക്കാനായിട്ട് ഈ പറയുന്ന സിംഗുലർ പഠിക്കാനായിട്ട് നമ്മൾ ആരെ ആലോചിച്ചാൽ മതി? നമ്മളെ സുരേഷ് ഗോപിനെ ആലോചിച്ചാൽ മതി. സുരേഷ് ഗോപി പറയുന്ന ഡയലോഗ് എന്താണ്? ഷിറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹി, ഷീ, ഇറ്റ്, എവരിബഡിയാണ് നമ്മുടെ എന്തൊക്കെയാണ് സിംഗുലർ എന്നറിയാം. ഹി, ഷീ, ഇറ്റ്, എവരിബഡിയാണ് നമ്മുടെ സിംഗുലേഴ്സ് വരുന്നത്. ഓക്കെ, നമ്മളിത്
പെട്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ സുരേഷ് ഗോപിനെ ആലോചിച്ചാൽ മതി. ഹി ഷിറ്റ് എവരിബഡി. സുരേഷ് ഗോപി എപ്പോഴും പറയുന്നത് എന്താണ്? ഷിറ്റ് എന്ന് ആലോചിച്ചാൽ മതി. ഹി ഷിറ്റ് എവരിബഡി, ഹി ഷീ ഇറ്റ് എവരിബഡി. അപ്പോൾ സിംഗുലർ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയുക? സിംഗുലർ. സിംഗുലർ ആണേ, നോക്കുക, സിംഗുലർ. നിങ്ങൾക്കറിയാം സിംഗുലർ, സിംഗുലർ, സിംഗുലർ. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവാണ്. ഓക്കെ, സിംഗുലർ ലെസ് ഉണ്ടല്ലോ, നമ്മൾ എന്തിനാ ആലോചിക്കണം? സുരേഷ് ഗോപിനെ ആലോചിക്കുക. സിംഗുലർ, സിംഗുലർ ലെസ് ഉണ്ട്, ആരാലോചിക്കണം? സുരേഷ് ഗോപിനെ ആലോചിക്കുക. സുരേഷ് ഗോപി എന്താ എപ്പോഴും പറയാറുള്ളത്? ഷിറ്റ്. അപ്പോൾ നമ്മൾ പറയാം ഹി ഷിറ്റ് എവരിബഡി, ഹി ഷീ ഇറ്റ് എവരിബഡി, ഹി ഷിറ്റ് എവരിബഡി. ക്ലിയർ ആണല്ലോ? കിട്ടി. ഇനി പ്ലൂരൽ പറയുന്ന സമയത്ത് പ്ലൂരൽ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്? ഐ, യു, ദേ, വി ആണ് പ്ലൂരൽ. ഐ, യു, ദേ ആൻഡ് വി, ഇതാണ് പ്ലൂരൽ പറയുന്നത്. പക്ഷേ പ്ലൂരൽ പഠിക്കാനായിട്ട് നമ്മൾ ഐ, യു, ദേ, വി മെമ്മറൈസ് ചെയ്യാനായിട്ട് അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി. അയ്യോ ദേവി, ഇത് ദേവിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അയ്യോ ദേവി. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗുലർ പഠിക്കാനായിട്ട്, സിംഗുലർ എന്ന് പറഞ്ഞാൽ സിംഗുലർ എസ്, സുരേഷ് ഗോപിക്ക് എസ് ഉണ്ട്, സിംഗുലർ എസ് ഉണ്ട്. എന്താലോചിക്കണം? ഹി ഷിറ്റ് എവരിബഡി, ഹി ഷീ ഇറ്റ് എവരിബഡി. പ്ലൂരൽ ഏതാണ്? അയ്യോ ദേവി. പ്ലൂരൽ ഏതാണ്? ഐ, യു, ദേ, വി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങളോട് അടുത്തൊരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, ഒന്നുകൂടി റിവൈസ് ചെയ്യാം, ഒന്നുകൂടി സമപ്പ് ചെയ്യാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എത്ര തരത്തിലുള്ള സബ്ജക്റ്റ് ഉണ്ട്? 2 തരത്തിലുള്ള സബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? സിംഗുലർ ഉണ്ട്, പ്ലൂരലും ഉണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്ലൂരൽ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് സിംഗുലർ സബ്ജക്റ്റുകളാണ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതേപോലെ തന്നെ ഐ, യു, ദേ, വി എന്ന് പറയുന്നത് പ്ലൂരലാണെന്നും പഠിച്ചു. ഓക്കെ, നിങ്ങളോടൊരു ചോദ്യം, ഹി, ഷീ, ഇറ്റ്, എവരിബഡി സിംഗുലറാണ്. ഓക്കെ, എവരിബഡി മാത്രമാണോ നമ്മൾ സിംഗുലറായിട്ട് കണക്കാക്കുന്നത്? അല്ല, എല്ലാ ബഡീസും സിംഗുലറാണ്. ഏതൊക്കെ ബഡീസാണ് സിംഗുലർ നോക്കിയേ? നോ ബഡി, സംബഡി, എനിബഡി. അതേപോലെ തന്നെ എല്ലാ വൺസും എന്താണ്? സിംഗുലറാണ്. എവ്രി വൺ, നോ വൺ, സം വൺ ആൻഡ് എനി വൺ. മനസ്സിലായല്ലോ? ഓക്കെ, ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള സബ്ജക്റ്റ് ഉണ്ട്, സിംഗുലർ ഉണ്ട്, പ്ലൂരലും ഉണ്ട്. സിംഗുലർസ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. എവരിബഡി മാത്രമാണോ വരുന്നത്? അല്ല, നോബഡി, സംബഡി, എനിബഡി, ഇതൊക്കെ സിംഗുലറാണ്. അതുപോലെ തന്നെ എല്ലാ വൺസും, എവ്രി വൺ, നോ വൺ, സം വൺ ആൻഡ് എനി വൺ, ഇതൊക്കെ വരുന്നത്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്? സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് PDF മെറ്റീരിയൽ നമ്മുടെ PDF മെറ്റീരിയലിൻ്റെ സെക്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു കുഞ്ഞൊരു ടെസ്റ്റ് കൂടി ഉണ്ടാവും. ആ ടെസ്റ്റ് കൂടി നിങ്ങൾ അപ്പിയർ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എങ്ങനെ പറയാം എന്നുള്ളതാണ് പഠിക്കുന്നത്. താങ്ക് യു.